ഈ അടുത്തിടെ ഞങ്ങളൊരു കാര്യം കണ്ടു. ഒരു മലയാള പാഠപുസ്തകത്തിനകത്ത് ഒരു പ്രത്യേക ഒരു പ്രാണിവർഗത്തിനെ കുറിച്ചൊരു ഭാഗം ഉൾപ്പെടുത്തിയായിട്ട് കണ്ടു. സാന്ദ്ര കോട്ടസ് വിജയകുമാറി. അപ്പോൾ ഈ പേരിന് പിന്നിലുള്ള വിജയകുമാർ സാറാണെന്ന് അറിഞ്ഞു. അപ്പോൾ ആദ്യമേ ഒരുപാട് അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇത് എങ്ങനെയാണ് ഇത് പ്രസക്തമാവുന്നത്? അതായത് എൻ്റെ പേര് എന്നല്ല, സാന്ദ്രാക്കോട്ട, അതായത് വർഗീകരണം കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 9ാം ക്ലാസ്സിലെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ വർഗീകരണം എങ്ങനെയാണ് ടാക്സോണമി വരുന്നത്, പല ജീവികളുടെയും പേരുകൾക്ക് നമ്മൾ ബൈനോമിയൽ 2 പേരുകൾ, സ്പീഷീസും ജീനസ് നാമവും സ്പീഷീസ് നാമവും, അപ്പം അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യക്തികളുടെ പേരുകൾ, സ്ഥലത്തിൻ്റെ പേര്, ചില സ്ഥാപനങ്ങളുടെ പേരൊക്കെ ചിലപ്പോൾ സ്പീഷീസ് നാമമായിട്ട് കൊടുക്കും. ആദരസൂചകമായിട്ട് ആഡ് ചെയ്യുന്നു. അതെ അതെ. അപ്പോൾ ISROയുടെ പേരൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ, ഇപ്പം മാടായിപ്പാറൻസിസ് എന്ന് പറഞ്ഞിട്ട് കുറേ ചെടികളുണ്ട്. അതേപോലെ ഞങ്ങളുടെ കല്യാടൻസിസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ചെടിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്തിന് കൊടുക്കും. അതേപോലെ വ്യക്തികളുടേതും നിരവധി പേരുടെ കൊടുക്കും. അപ്പോൾ ഒരു പുതുതായിട്ട് നെല്ലിയാമ്പതിയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു വണ്ടിന്, അതായത് അവിടെയുള്ള വിക്ടോറിയ കോളേജിലെ ഡോക്ടർ സുരേഷ് കുട്ടി, അദ്ദേഹം ബൊട്ടാണിസ്റ്റാണ്, എങ്കിലും അവരുടെ ഒരു ടീം കണ്ടുപിടിച്ച പുതിയൊരു വണ്ടിന് പേര് കൊടുക്കുമ്പോൾ എൻ്റെ പേരാണ് അവർ ചേർത്തത്. ഞാൻ സയൻസ് പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ പ്രാണികളിലും ഒക്കെ കൂടുതലായിട്ട് കുറേ കാലമായിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള എന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും അവരത് നൽകിയത്. അത് ഈ പേരായിട്ട് ഒരു വ്യക്തികളുടെ പേര് കൊടുക്കുന്നതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കുട്ടികൾക്ക് ഈ സാന്ദ്രാക്കോട്ടസ് വിജയകുമാറി എന്ന് പറയുന്ന വണ്ടിൻ്റെ ഇതാണ് പഠിക്കാനുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളതാണ്. 5 ലക്ഷം കുട്ടികൾ ഓരോ വർഷവും ഈ പേര്, നമ്മൾ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഒറൈസാസ ടൈവെന്നും ഒക്കെ ബൈഹാർട്ട് പഠിച്ചത്, ഓസിമം സാങ്ക്ടം എന്നൊക്കെ ബൈഹാർട്ട് പഠിച്ചതുപോലെ ഒരു വിജയകുമാറിയെ പഠിക്കുക എന്ന് പറയുന്നതും അത് ഞാനാണെന്ന് കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ അറിയുകയും ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു തരം നമ്മൾ ഒരു സയൻസിൻ്റെ ഉള്ളിലേക്ക് നമ്മളെയും കൂടി പാഠപുസ്തകത്തിൻ്റെ ഉള്ളിലെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, എൻ്റെ ഏറ്റവും വൈൽഡായിട്ടുള്ള സ്വപ്നത്തിൽ പോലും ഞാൻ ഒരിക്കലും കരുതാത്ത ഒരു കാര്യമാണ് അത്. അത് വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. എൻ്റെ പേര് വന്നതല്ല, എന്നെ പോലെയുള്ള ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള നിരവധി ശാസ്ത്രജ്ഞന്മാരുടെയും വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെയും ഒക്കെ പേരുകൾ പലപ്പോഴും ജീവികൾക്കും അതേപോലെ സസ്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നെപ്പോലെ വെറും സയൻസ് പറഞ്ഞു എന്നുള്ള ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു ആൾക്ക് ആദരമായിട്ട് പേര് നൽകുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് സയൻസ് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാൻ അവർക്കും ഒരു റോൾ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരെയും ചിലപ്പോൾ ഇതേപോലെ തിരിച്ചറിയപ്പെടും എന്നുള്ളതിൽ അതുകൊണ്ട് എനിക്ക് സന്തോഷം കൂടുതലായിട്ടുണ്ട്.